ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഗിലെയാദിൻ്റെ ആത്മപ്രവാഹം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ പ്രോഗ്രാം കൊണ്ട് നാം അവസാനിച്ചെന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരമെന്നും നമ്മുടെ നിരൂപണമല്ല ദൈവത്തിൻ്റെ നിരൂപണമെന്നും ഒരിക്കൽ കൂടി ദൈവാത്മാവ് വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഡോക്ടർ മാർട്ടീനയ്ക്കും ഫാമിലിക്കും ഞങ്ങളുടെ ദൈവസഭയായുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. തുടർന്ന് ഇതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം. കർത്താവേ, ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നുപകൽക്കാലം ഈ പ്രോഗ്രാമിൽ ഞങ്ങൾക്കായിരിക്കാനൊക്കെ വേണം ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. കർത്താവേ, ദൈവത്തിൻ്റെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വം ഒരിക്കൽ കൂടി അവിടുന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി തീർത്തല്ലോ. കർത്താവേ, തേജോമനായ ദൈവം കർത്താവേ ഹാലലി അബ്രഹാമിനെ ഹാലലിയെ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. ആമേൻ. കർത്താവെ, പാരമ്പര്യ ആരാധനയിൽ നിന്ന് ജീവനുള്ള ആരാധനയിലേക്ക് കർത്താവെ ഹാലൽ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഹാലലൂയ 3 കാര്യങ്ങൾ അവൻ വിട്ടപ്പോൾ 7 വാഗ്ദത്തങ്ങളെ ദൈവം നൽകി. കർത്താവെ, അബ്രഹാമിനെ മാനിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തെങ്കിൽ കർത്താവെ ഹാലലൂയ പോയ വഴി യാത്ര ചെയ്യാതെ വേണം പ്രാപിക്കുന്ന വഴിയെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കളെ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ ഹാലലൂയ. വാഗ്ദത്തങ്ങളെ പിശാച് നഷ്ടപ്പെടുത്തുമ്പോൾ കർത്താവെ ഹാലലൂയ ആമേൻ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം നിന്റെ ജനത്തെ ഇന്ന് പകൽക്കാലം ദൈവം ഒരിക്കൽ കൂടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഹാലലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈപിടിക്കൽ ഉപേക്ഷിക്കൽ നരളിയവനായ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ദൈവമക്കളെ ഹാലൽ ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യും. നിന്റെ നാമം മഹത്വം എടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. വിശേഷാൽ പ്രിയ ദൈവമക്കളെ, ഈ പ്രോഗ്രാം ഇന്ന് സ്പോൺസർ ചെയ്യുവാൻ, ഈ പ്രോഗ്രാം ഇപ്പോൾ ഓൾറെഡി സ്പോൺസർ പ്രോഗ്രാമാണ്, സ്പോൺസർ ചെയ്യുവാൻ പരിശുദ്ധനായ ദൈവം ഡോക്ടർ മാർട്ടിനി എന്ന് പറയുന്ന പ്രിയ സിസ്റ്ററിനെ ദൈവം സഹായിച്ചു. അദ്ദേഹം TV പ്രോഗ്രാം കണ്ടു. TV പ്രോഗ്രാമിൽ കൂടി അദ്ദേഹത്തിന് വലിയ വിടുതൽ അനുഭവിച്ചപ്പോൾ പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ കൃപയാൽ ആ സിസ്റ്ററെ വിളിച്ചു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനിടയായി തീർന്നു. അനേകർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അനേകർ ഈ പ്രോഗ്രാമിൽ കൂടി പല വിടുതൽ ലഭിക്കുന്നുവെങ്കിലും അമീശോത്ര ഹല്ലേലൂയ പലരും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ആദ്യം മുതൽ ഈ പ്രോഗ്രാമിൻ്റെ ഇപ്പോഴത്തെ ഈ എപ്പിസോഡ് അമീശോത്ര അടുത്ത എപ്പിസോഡുകൂടി നമ്മുടെ പ്രോഗ്രാം തീരുകയാണ്. എന്നാൽ തീർച്ചയായും അമീശോത്ര ഹല്ലേലൂയ എല്ലാറ്റിനോളം നിറഞ്ഞു വരുവാൻ പറഞ്ഞ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു നിറവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാം പലരുടെയും അനുഭവം കേട്ടപ്പോൾ അനേകർക്ക് ഇത് വിടുതലായി തീർന്നു, അനേകർക്ക് ആശ്വാസമായി തീർന്നു. കാര്യം അനേകർ പ്രയർ ലൈനിൽ വിളിക്കുവാനും പ്രയർ ലൈനിൽ ഞങ്ങൾ 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് നമ്മുടെ ഗിലെയാദ് ഗോസ്പൽ മിനിസ്ട്രിയുടെ പിൻപിലുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ കർത്താവിൻ്റെ കൃപയാൽ ആമീശോത്ര ഹല്ലേലൂയ ദൈവം ധാരാളമായ ഡോക്ടറെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ദൈവത്തിനും പ്രിയ ഡോക്ടർക്കും നന്ദി പറയുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ മാറാത്ത കൃപയും സാന്നിധ്യവും ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അബ്രഹാം മെസോപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ വാക്കുകൾ ശ്രദ്ധിക്കണം. തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. അബ്രഹാം എന്ന് പറഞ്ഞാൽ അബ്രഹാം ആരായിരുന്നു? ഒരു ആരാമ്യനായിരുന്ന അബ്രഹാമിനെ തേജോമനായി ദൈവം പ്രത്യക്ഷനായി. അപ്പോൾ അബ്രഹാം ഇത്രയും നാൾ സേവിച്ച ദൈവത്തിന് തേജസ്സിലായിരുന്നു. ചിന്തിക്കാം. എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം സേവിച്ചു വന്ന ദൈവങ്ങളെക്കാട്ടി ഒരു വ്യത്യസ്തമായൊരു വ്യക്തിത്വം വെളിപ്പെട്ടപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഞാൻ സേവിച്ചു വന്നതിനെക്കാട്ടി എന്തോ ഒരു വ്യത്യസ്തത ഈ ദൈവത്തിനുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അബ്രഹാമിനെ തന്നെ അവിടെ സമർപ്പിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അബ്രഹാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. ദൈവവചനത്തിൻ്റെ മുൻപിൽ ആര് സമർപ്പിക്കുവാൻ, ദൈവീക ശുശ്രൂഷയിൽ ആര് സമർപ്പിക്കുവാൻ മനസ്സിനെ കൊടുക്കുന്നുവോ അവരോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെയും നിങ്ങളുടെയും കാതുകളിൽ കേൾക്കുവാനിടയായി തീരും. യഹോവേ, അടിയനോട് അരുളി ചെയ്യണമെന്ന് ശമൂവേൽ ബാലൻ യഹോവയുടെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ബാലനോട് ദൈവം സംസാരിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ദൂത്
പറഞ്ഞാരംഭിക്കുക. നിന്നോട് സംസാരിക്കുന്ന, നിന്നോട് സ്തോത്രം അടുത്തു വരുന്ന, നിന്റെ വിഷയങ്ങൾക്ക് വിടുതൽ തരുന്ന, നിന്റെ ഭാരങ്ങൾക്ക് വിടുതൽ തരുന്ന സർവശക്തനായ ദൈവം ഇന്ന് നിന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ. അവൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം പറഞ്ഞത് കേൾക്കൂ. അബ്രഹാമേ സ്തോത്രം ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് കേട്ട് സ്തോത്രം നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെട്ടാൽ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, ഞാൻ നിന്നെ 7 കാര്യം തന്ന് അനുഗ്രഹിക്കുന്ന ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ അടുത്തു വന്നിട്ടും യാത്ര ചെയ്യുവാൻ കഴിയാതെ, വാഗ്ദത്തം അടുത്തു വന്നിട്ടും നന്മ പ്രാപിക്കുവാൻ കഴിയാതെ, വാഗ്ദത്തം അടുത്തു വന്നിട്ടും ഹല്ലേലൂയ സ്തോത്രം പ്രതീക്ഷിച്ചതിലപ്പുറമായി ഉയരുവാൻ കഴിയാതെ വണ്ണം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് നടുവിലാണോ നിങ്ങൾ നിരാശയോടെ ഇരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയാം. ഹല്ലേലൂയ. തേജോമനായ ദൈവത്തിൻ്റെ ആത്മസാന്നിധ്യത്തെ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുവാൻ ഒന്ന് തയ്യാറാകുമോ? എങ്കിൽ ദൈവത്തിൻ്റെ മാറാത്ത കൃപയുടെ ദൈവിക ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ. അത്രയും നാളും സേവിച്ച, അത്രയും നാളും ചുമന്നുകൊണ്ട് നടന്ന, അത്രയും നാളും ഹല്ലേലൂയ കണ്ടുകൊണ്ടിരുന്ന ദൈവത്തെ കാട്ടി വലിയൊരു ദൈവ തേജസ് സ്തോത്രം ഈ ദൈവത്തിന് വെളിപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, എത്ര വർഷമായി ആരാധിച്ചു, എത്ര നാളുകളായി ആരാധിച്ച് പെട്ടെന്ന് നിങ്ങളോട് ഇറങ്ങി വരാൻ പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇറങ്ങി വരത്തില്ല. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ വളരെ വ്യത്യസ്തമായ ഒരു ദൈവിക ശക്തി ഹല്ലേലൂയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, വിളിച്ചവൻ നിസ്സാരനല്ല, എൻ്റെ മുൻപിൽ പ്രത്യക്ഷനായവൻ നിസ്സാരനല്ല, എൻ്റെ മുൻപിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന നിസ്സാരനല്ല. ദൈവത്തിൻ്റെ ദൈവിക ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ സ്തോത്ര അത്ഭുതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് ദൈവം മാറ്റുന്ന ദിവസങ്ങളാണ്. ആ വരും ദിവസം ചിലത് പ്രാപിക്കാതെ, വരും മാസം ചിലത് ലഭിക്കുവാൻ കഴിയാതെ ഇന്നും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ തേജസ്സിനെ തിരിച്ചറിഞ്ഞ്, ഈ ദൈവത്തിൻ്റെ തേജസ്സിനെ ഹല്ലേലൂയ മനസ്സിലാക്കി ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഹൃദയത്തെ ഒരുക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ 7 കാര്യം തന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാ. സ്തോത്രം. എന്നാൽ ദൈവം പറയുന്നു, നീ വിടേണ്ടതിനെ വിട്. ദൈവമക്കളെ സ്തോത്രം ഹല്ലേലൂയ. ചില നൂലാമാലി വിടുവാൻ കഴിയാതെ വണ്ണം ഇന്നും ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്ന ഒരു ശബ്ദമുണ്ട്, നീ വിടേണ്ടതിനെ വിട്ടാൽ ഞാൻ തരേണ്ട നന്മ ഞാൻ നിനക്ക് തരും. ദൈവത്തിൽ നിന്നും ഒരു നന്മ ലഭിക്കുമെന്നോർത്തൊരിക്കലും ദൈവത്തെ വിളിക്കരുത്. ദൈവം പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരണമെങ്കിൽ ദൈവം ആരായിരിക്കണം? ദൈവത്തിൻ്റെ തേജസ്സിനെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കി മുന്നോട്ട് കാൽച്ചുവടുകൾ വയ്ക്കുന്ന ഒരു വ്യക്തിത്വത്തിന് വേണ്ടി മാത്രമേ നന്മയും കരുണയും നിന്നെ തേടി വരികയുള്ളൂ. സ്തോത്രം. എന്നാൽ അബ്രഹാം 3.5 കോടി ദൈവങ്ങളെ സേവിച്ചിരുന്ന വ്യക്തിത്വത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ ഒരു ദൈവം പ്രത്യക്ഷനായപ്പോൾ അതിൻ്റെ തേജസ്സിനെ വലുതെന്ന് കണ്ടുകൊണ്ട്, ഇത്രയും നാൾ സേവിച്ച ഇനിയും പാരമ്പര്യം എനിക്ക് വേണ്ട, ഇത്രയും നാൾ ഞാൻ നിന്ന പിതൃഭവനത്തിൻ്റെ ഒരു സ്തോത്രം ഒരു പേരും പെരുമയും എനിക്ക് വേണ്ട, ഇത്രയും നാളും എന്നോട് അടുത്ത് നിന്ന ഒരു ചാർച്ചക്കാരെയും വേണ്ട എന്ന് അബ്രഹാം സ്തോത്രം സ്വയമേ തീരുമാനമെടുത്ത് അബ്രഹാം ദൈവത്തിൻ്റെ പിന്നാലെ പോയി അബ്രഹാം വാഗ്ദത്തത്തിൻ്റെ അവകാശിയായി തീർന്നുവെങ്കിൽ, ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്വത്തെ അനുഗമിക്കുവാൻ ഇന്ന് നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് യാത്രയ്ക്ക് പോകാൻ കഴിയാതെ ഭാരത്തോടിരിക്കുന്ന പ്രിയ വ്യക്തിത്വമേ, നിനക്ക് വേണ്ടി സ്തോത്രം കർത്താവിൻ്റെ പിന്നാലെ നീ പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് ദൈവം പറഞ്ഞാൽ, നിന്നെ കാണിപ്പാനിരിക്കുന്ന നന്മ നിനക്ക് തരുമെന്ന്
ദൈവം പറഞ്ഞാൽ നീ വർഷങ്ങളായി സ്തോത്ര ഹല്ലേലൂയ ഭാരത്തോടെ ആമേൻ സ്തോത്ര കുടുംബജീവിതം തകരുമെന്ന് ഓർത്ത് ഭാരത്തോടെ പ്രയാസപ്പെട്ട് നീ പലതും ക്ഷമിച്ചും നീ പലതും സഹിച്ചും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നീ കരഞ്ഞും ആരും കാണാതെ ഏകനായി നീ കരയുന്ന കണ്ണിനെ കണ്ടുകൊണ്ട് സമർപ്പിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ സർവശക്തനായ ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടു വരുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരത്തെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, തേജോമനായ ദൈവത്തിന്റെ ആമേൻ സ്തോത്ര ഹല്ലേലൂയ മഹത്വത്തെ നീ തിരിച്ചറിയുന്നുവെങ്കിൽ, ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മസാന്നിധ്യം നീ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിന്റെ മുൻപിൽ നിൽക്കുന്ന ഏത് പ്രതികൂലത്തിന്റെ കാറ്റുകളെയും സ്വർഗത്തിനെയും ശാസിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി പുതുവഴിയെ തുറന്ന്, നിനക്ക് വേണ്ടി പുത്തൻ കലവറയെ തുറന്ന്, നിനക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ സ്തോത്രം വലിയ വഴി തുറന്ന് നിന്നെ ആദരിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ മറവിൽ മറയുവാൻ നീ ശ്രമിക്കുന്നുവെങ്കിൽ, ആമേൻ സ്തോത്രം ദൈവം പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ നിന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവമക്കളെ സ്തോത്ര ഹല്ലേലൂയ, നിങ്ങൾ ചിന്തിക്കൂ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഈ തേജോമനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ട അബ്രഹാമിനറിയാം, ഇനി ഞാൻ ഇവനെ വിട്ട് ഇനി ഞാൻ എങ്ങോട്ടും പോകത്തില്ല, ഇനി ഇവൻ എന്നെ സ്തോത്ര ഹല്ലേലൂയ വിട്ട് ഞാൻ പോകത്തില്ല. നിങ്ങളുടെ തീരുമാനമെടുക്കുക, നിങ്ങൾ ആ തീരുമാനമെടുക്കേണ്ട. പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നതിന് മുൻപേ, പ്രാർത്ഥനാ സെല്ലിൽ വിളിക്കുന്നതിന് മുൻപേ ഈ ദൈവവചനം ആദ്യം കേട്ടിട്ട് ഇന്നൊരു തീരുമാനമിട്. ഈ കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ മുറുകെ പറ്റി ദൈവം തരുന്ന നന്മ എൻ്റെ ദൈവത്തിനും അല്ലെങ്കിൽ ദൈവനാമത്തിനും വേണ്ടി ഞാൻ ചെലവഴിക്കും. എനിക്കും എൻ്റെ മക്കൾക്കും ദൈവം തരുന്ന ഓരോ നന്മയ്ക്കും ഞങ്ങൾ കുടുംബമായി ദൈവത്തിന് നന്ദി പറയുമെന്നുള്ള പൂർണ്ണ തീരുമാനത്തോടുകൂടി ഉറച്ചുകൊണ്ട് വിളിക്കെ ഏതു സമയത്തും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മസാന്നിധ്യം വെളിപ്പെടും. അതുകൊണ്ടാണ് ദാവീദ് എന്ന ഭക്തൻ പറഞ്ഞത്, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധിയേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. അർഹിക്കാത്ത നന്മകളും യാചിക്കാത്ത നന്മകളും നിനക്ക് തരുന്നൊരു നല്ലവനായി ദൈവത്തിന്റെ കരകളിൽ നീ നിന്നെ തന്നെ സമ്പൂർണ്ണമായി കൊടുക്കേ. നിന്റെ ദൈവത്തിന്റെ തേജസ്സിനെ നീ തിരിച്ചറിയുന്നുവെങ്കിൽ, ആമേൻ സ്തോത്ര കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഹല്ലേലൂയ കാഹളനാദത്തോടും കൂടി വരുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുവിൽ ആയിരിക്കും നമ്മൾ രൂപാന്തരം പ്രാപിക്കും. ദൈവമക്കളെ, നമ്മുടെ മനസ്സിനൊന്ന് രൂപാന്തരം വരുത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആമേൻ സ്തോത്രം നിന്റെ അതിരുകൾ വിശാലപ്പെടുന്ന ദൈവമാ. ആമേൻ സ്തോത്രം ചില കടഭാരങ്ങളെ ഓർത്ത് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിരാശയോടെ കഴിയുന്നുവെങ്കിൽ, ഇന്ന് തേജോമനായ ദൈവത്തിന്റെ കൃപയുടെ മറവിലൊന്ന് മറയാൻ തയ്യാറാണോ? ഇന്ന് തേജോമനായ ദൈവത്തിന്റെ കൃപയിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആയിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ദൈവത്തിന്റെ വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. 3 കാര്യം ഇവിടെ 7 കാര്യം തന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മാറാത്ത കൃപയുടെ ശക്തിയെ തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ ദൈവശക്തനാ. അബ്രഹാം സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടത് വെറുതെ അല്ല ദൈവമക്കളെ. ആമീൻ. അവൻ വിശ്വാസത്താൽ അവൻ നീതിമാനായിരുന്നു. അതുകൊണ്ട് ആ പ്രവാചകൻ പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. ആരോടുള്ള വിശ്വാസമാ? കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസം, കർത്താവായ ദൈവത്തോടുള്ള വിശ്വാസം അബ്രഹാമിന് ഏറ്റവും അധികം ആയിരുന്നു. അതുകൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് ഭംഗം വരാതെ അബ്രഹാം നാൾക്കുനാൾ യാത്ര ചെയ്തിട്ടും അബ്രഹാം ക്ഷീണിക്കാതെ, ആമീൻ, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് ക്ഷീണിച്ചു പോകാനും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇത്ര വയസ്സ് എന്നിട്ടും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ തേജസ് കണ്ട് ഞാൻ ഇറങ്ങിയിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ പ്രാപിച്ചില്ലല്ലോ ഓർത്ത് നമ്മൾ ഭാരപ്പെടുമ്പോൾ 1-2 വർഷമല്ല 10-60 വർഷം കഴിഞ്ഞിട്ടും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം പറഞ്ഞിട്ട് നടക്കാതെ വന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ, ആമീൻ, നിങ്ങൾ എത്രമാത്രം വാഗ്ദത്തം പറഞ്ഞ ദൈവദാസനെയും വാഗ്ദത്തം പറഞ്ഞ വ്യക്തിത്വത്തെയും വാഗ്ദത്തം കേട്ടവരെയും എത്രമാത്രം വിമർശിക്കും. എന്നാൽ അബ്രഹാമിന് വിമർശിക്കുന്ന ഒരു ബിഹേവിയർ ഇല്ലായിരുന്നു.
ഇല്ലായിരുന്നു. അബ്രഹാമിനെ വിമർശിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലായിരുന്നു. പൂർണ്ണമായി അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. കാര്യം ഞാൻ സേവിച്ച ദൈവത്തെക്കാൾ ഇപ്പോൾ എൻ്റെ മുൻപിൽ പ്രത്യക്ഷനായ ദൈവം തേജോമന, അവൻ്റെ തേജസ്സിൻ്റെ മുൻപിൽ ആർക്കും അടുത്തു വരുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പത്മോസ് ദ്വീപ് ലേഖനായി കിടന്ന യോഹന്നാൻ പറഞ്ഞു, മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോടിന് സദൃശനായി കാലൊരികിൽ ചുട്ടുപഴിപ്പിച്ച് ശ്രോത്ര ഹല്ലേലൂയ അഗ്നിജാനയ്ക്കൊത്ത കണ്ണുള്ളവൻ യഹോവയായ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. ദൈവമക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. മാറത്ത് പൊൻകച്ച കെട്ടുവാൻ യോഗ്യനായവൻ എൻ്റെ യേശു അല്ലാതെ വേറൊരുവനല്ല. അതിനെ തിരിച്ചറിഞ്ഞ ദാവീദ് പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ ആര് തിരിച്ചറിയുന്നു? യഹോവ നല്ലവനെന്ന് രുചിച്ചറി. ദൈവമക്കളെ, നമ്മൾ പലതും ഭക്ഷണങ്ങളൊക്കെയും കഴിക്കുന്ന, എന്നാൽ സ്തോത്ര ഹല്ലേലൂയ നിങ്ങൾ നോക്കൂ, കഴിക്കുന്ന ഭക്ഷണം രുചിക്കണമെങ്കിൽ അല്പം പതിയെ പതിയെ സാവധാനത്തോടു കൂടി ഒന്ന് കഴിച്ച് അതിൻ്റെ രുചി കൂടും. എന്നാൽ സ്തോത്ര ദാവീദ് പറഞ്ഞു, യഹോവയെ നല്ലവനെന്ന് രുചിച്ചറിയുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയെ നീ രുചിച്ചറി. യഹോവ ആരാ? അബ്രഹാമിന് ആ ഒരു രുചി ഉണ്ടായിരുന്നു. അബ്രഹാമിന് മനസ്സിലായി, ഞാൻ സേവിച്ച ദൈവത്തെക്കാൾ അല്ലെങ്കിൽ ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി, വലിയവനായൊരു ദൈവത്തിൻ്റെ തേജസ് എൻ്റെ മുൻപിൽ വെളിപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് കാണുവാൻ കഴിയും, ശൗൽ ദമസ്കോസിൽ പ്രയാണം ചെയ്യുമ്പോൾ ഹല്ലേലൂയ സൂര്യനെ കാട്ടി വെല്ലുന്ന ഒരു വലിയ പ്രകാശം ശൗലിൻ്റെ നെറ്റിയിൽ അടിച്ചിട്ട് ശൗല് താഴെ വീണപ്പോൾ മനസ്സിലായി, ഞാൻ സേവിച്ചു വന്ന പാരമ്പര്യത്തെക്കാട്ടി, എൻ്റെ യഹൂദ മതത്തെക്കാട്ടി, എൻ്റെ റോമ പൗരത്തെക്കാട്ടി, അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസത്തെക്കാൾ, എൻ്റെ ശ്രോത്ര സകല യോഗ്യതയേക്കാൾ വലിയൊരു ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു എന്ന അതിശയോക്തിയോടുകൂടി ശൗൽ ശ്രോത്ര ഹല്ലേലൂയ കടന്നപ്പോൾ ശൗൽ ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? ദൈവമക്കളെ, ഞാൻ ഇന്ന് പറയുക, ശ്രോത്രം ചില അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ കഴിയുന്നുവോ? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയുവാൻ കഴിയുന്നു? ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്നു? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തിരിച്ചറിയുവാൻ കഴിയുന്നുവോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, നീ ആരാകുന്നു കർത്താവെന്ന് ചോദിച്ച നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാതുകളിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ അവൻ വിറയ്ക്കുവാനിടയായി, നീ ഉപദ്രവിക്കുന്ന എൻ്റെ യേശുവാകുന്നു. എന്താ, ശൗൽ യേശുവിനെ ഉപദ്രവിച്ചുവോ? അല്ലെങ്കിൽ ഇല്ല. ക്രിസ്തു മാർഗക്കാരെ ഉപദ്രവിച്ച ശൗലിനോട് ദൈവം പറയുന്നു, എൻ്റെ അഭിഷക്തനെ തൊട്ടാൽ എൻ്റെ കൃഷ്ണമണിക്ക് തൊടുന്നതിന് തുല്യമാ. പ്രിയ ദൈവമക്കളെ, അബ്രഹാം ദൈവത്തിൻ്റെ ദാസനായിരുന്നു. അബ്രഹാം ഹല്ലേലൂയ വിശ്വാസത്തിൽ അവൻ മുറുകെ പിടിച്ചു. അതുകൊണ്ട് റോമാലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുന്നു, ആശയ്ക്ക് വിരോധമായി ആശയോടുകൂടി വിശ്വസിച്ച അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ അക്കൗണ്ടിൽ നീതിയായി കണക്കിട്ടുവെങ്കിൽ ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങോട്ട് പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കട്ടെ. ഈ ഡോക്ടർ മാർട്ടിനി എന്ന് പറഞ്ഞ പ്രിയ സഹോദരി, പ്രിയ ഡോക്ടർ, എൻ്റെ സ്വത്ര കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാം ദർശിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഉള്ളിലൊരു തീരുമാനമെടുത്തു, ഈ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും, ഈ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കുമെന്നുള്ള പൂർണ്ണ തീരുമാനത്തോടെ അദ്ദേഹം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അദ്ദേഹം ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഇടയായി തീർന്നു. ഈ പ്രോഗ്രാം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതലിന് കാരണമായി തീരും. തേജോമനായ ദൈവത്തിൻ്റെ പ്രവൃത്തി, തേജോമനായ ദൈവത്തിൻ്റെ തേജസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെട്ടു വരട്ടെ. ഭവനത്തിനകത്ത് കയറുമ്പോൾ ഇരുട്ടിൻ്റെ മണ്ഡലം, ഭവനത്തിനകത്ത് കയറുമ്പോൾ ചില ഇരുട്ടിൻ്റെ പോരുകൾ വ്യാപരിച്ച് ഭവനത്തിനകത്ത് കയറുമ്പോൾ സ്വത്രം വെളിച്ചമില്ലാതെ ഇന്ന് രോഗാവസ്ഥയുടെ രോഗമൂഖമായ ഒരു അനുഭവം വെളിയിലൊക്കെ പോയിട്ട് സന്തോഷത്തോടെ വരുമ്പോൾ ഭവനത്തിനകത്ത് കയറിയിട്ട് ഭവനത്തിനകത്ത് ഹല്ലേലൂയ പല മൂകമായിരിക്കുന്ന കെട്ടപ്പെട്ട ചില അനുഭവത്തിൽ തേജോമനായ ദൈവത്തിൻ്റെ തേജസ്സകത്ത് വെളിപ്പെടണമെങ്കിൽ അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ നീ ഒരു നീതിമാനായി തീരെ. അബ്രഹാമിനെ പോലെ വിശ്വാസത്താൽ നീതിമാനായി തീരെ. നിന്റെ പ്രാർത്ഥന നീതിയുടെ പ്രാർത്ഥന ആയുധമായി മാറട്ടെ. മറ്റുള്ളവനെ ഉപദ്രവിക്കുന്ന പ്രാർത്ഥനയല്ല, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. കർത്താവെ, നീ അവരെ അനുഗ്രഹിക്കണം, അവർക്കൊരു മാനസാന്തരതയും വരുത്തണം. കർത്താവെ, എൻ്റെ മകൾക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണം എന്ന് ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാവേ, തലമുറയോർത്ത് കരയുന്ന പ്രിയ പിതാവേ, മാതാവേ, ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ കൊടുക്കേ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ വിചാരമല്ല എൻ്റെ ദൈവത്തിൻ്റെ വിചാരം, നിന്റെ നിരൂപണമല്ല എൻ്റെ നിരൂപണം. ദൈവമക്കളെ, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം വിളിച്ചു പറയാം. സ്വത്രം കഴിഞ്ഞ എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. എന്നാൽ ആ പ്രോഗ്രാം തീരുമെന്ന് ചിന്തിച്ച മണ്ഡലത്തിൽ
ദൈവത്തിൻ്റെ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് ഇന്ന് ഡോക്ടർ മാർട്ടിനെ പരിശുദ്ധാത്മാവ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവെങ്കിൽ ഞാൻ എന്ന് പറയുന്നു, ഇതൊരു 100 പേർക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൻ്റെ ശക്തി എന്തേ, ദൈവത്തിൻ്റെ തേജസ് എന്തേ. അതുകൊണ്ട് കൂടെ നടന്ന ശിഷ്യന്മാർ പോലും ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളെ കണ്ട ശിഷ്യന്മാർ പോലും കാറ്റും കടലും അവൻ്റെ മുൻപിൽ അമർന്നു നിന്നപ്പോൾ ശിഷ്യന്മാർ പോലും അതിശക്തിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ? ദൈവമക്കളെ സ്വത്രം, ഇവൻ ആരെന്ന് സ്വത്രം അവർക്കറിയുവാൻ കഴിയാതെ കാറ്റും കടലും അനുസരിക്കുന്നല്ലോ. രോഗം സൗഖ്യമായി, ഭൂതം മാറി, ചന്ദ്രരോഗം മാറി, ചെവി കേൾക്കാത്തവർക്ക് ചെവി കേട്ടു, കണ്ണ് കാണാത്തവർക്ക് കാഴ്ച പ്രാപിച്ചു. എന്നാൽ ഇപ്പോൾ നോക്കൂ, കാറ്റും കടലും കൂടെ, ചെവിയില്ലാത്ത കാറ്റും ചെവിയില്ലാത്ത കടലും ഇവൻ്റെ വാക്ക് കേൾക്കണമെങ്കിൽ ഞാൻ ഇന്ന് ആത്മാവിൽ ദൂത് പറയുന്നു. ഉൽപ്പത്തിയിൽ ആദിയിൽ കേട്ട ശബ്ദം കാറ്റും കടലും കേട്ടു. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ ആയിത്തീരും. ചില വസ്തു സംബന്ധമായ ഭാരത്തോടെ വീടിൻ്റെ സ്വത്ര ഹല്ലേലൂയ ചേർന്ന് മതിൽ നിൽക്കുന്ന ചില അനുഭവങ്ങൾ മാറിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വസ്തു സംബന്ധമായ തർക്ക വിഷയത്തിൽ നിന്നും സ്വത്രം പ്രാപിക്കുവാൻ കഴിയാതെ, ചില വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളായി ട്രൈ ചെയ്തിട്ട് ലഭിക്കുവാൻ കഴിയാതെ നിരാശയോടെ ഇരിക്കുന്ന പ്രിയ വ്യക്തിത്വമേ, പരിശുദ്ധ ആത്മാവിൽ ഞാൻ ഇന്നൊരു ദൂതിനെ വിളിച്ചു പറയുന്നു. തേജോമനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഇന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ, തേജോമനായ ദൈവത്തിൻ്റെ തേജസ്സിനെ നിന്റെ ഹൃദയമെന്ന വാതിൽ തുറന്ന് മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുവാൻ തക്കോണം ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, അവൻ അകത്തു വന്ന് നിന്റെ നന്മയെ തുറന്ന് നിന്നെ അനുഗ്രഹിക്കുന്നതും രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിന് പരസ്യത്തിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിലൊന്നും മറയ്ക്കാമോ? ഇന്ന് രഹസ്യമായി ഹല്ലേലൂയ സ്വത്ര ഹല്ലേലൂയ പലരും പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കുന്നില്ലെന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട. ചില നാളുകൾ കഴിയുമ്പോൾ കേട്ടോ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വത്രം സാമ്പത്തികമായി ഭാരപ്പെട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങണമെന്ന് ഓർത്ത് സ്വത്രം പലപ്പോഴും പല ലോണിനും അപ്ലൈ ചെയ്തിട്ട് ലഭിച്ചില്ലെന്നോർത്ത് നിരാശപ്പെടേണ്ട. അടുത്ത മാസം ചില ആഴ്ചകൾ കഴിയുമ്പോൾ ആ ലോണിലുള്ള സാങ്ഷൻ ദൈവം ക്ലിയർ ചെയ്യാൻ പോവുക. നിരാശപ്പെടേണ്ട. സ്വത്രം കല്യാണത്തിന് ഡേറ്റ് പറഞ്ഞിട്ട് ആ കല്യാണം മാറിപ്പോയില്ലെന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തേജസ്സിനെ ഒന്ന് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി സാധ്യത്തെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലൊന്ന് വിട്ടുകൊടുക്കേ. സ്വത്രം ദൈവം പറയുന്നു, തേജോമനായി ദൈവത്തിൻ്റെ തേജസ്സിൻ നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിന്റെ ഹൃദയം എന്ന വാതിൽ തുറക്കേ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ഏത് വാതിൽക്കലാ? നിന്റെ ഹൃദയം എന്ന വാതിൽക്കൽ വന്ന് ഞാൻ മുട്ടുന്നു. നീ വാതിൽ തുറക്കുന്നെങ്കിൽ നിന്നോടും സ്വത്രം ഞാൻ കൂടി അത്താഴം കഴിക്കും. ദൈവമക്കളെ, കർത്താവായ ദൈവത്തിൻ്റെ തേജസ്സിനെ തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി നിന്റെ ഹൃദയം എന്ന വാതിൽ തുറക്കുവാൻ ഇന്ന് പകൽക്കാലം നീ തയ്യാറാകുന്നുവെങ്കിൽ നീ സമർപ്പിക്കേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്നും ഈ പ്രോഗ്രാം നിലനിൽക്കേണ്ടതിന്, ദൈവത്തിൻ്റെ വലിയ ആത്മസാന്നിധ്യം വെളിപ്പെടേണ്ടതിന്, ഈ ആത്മപ്രവാഹം എന്ന മിനിസ്ട്രി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാകുവീൻ. ഇതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങുവീൻ. നിങ്ങളുടെ ആത്മീയ ഭൗതികമായ എല്ലാ നന്മയുടെ മണ്ഡലങ്ങളും സ്വർഗത്തിൽ അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഈ പ്രോഗ്രാം ചെയ്ത ഡോക്ടറിനെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല കർത്താവേ, വാറ്റങ്ങളിൽ വിശ്വസനായ നല്ല ദൈവമേ, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഡോക്ടർ മാർട്ടിനിക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദാസി പുതിയൊരു ക്ലിനിക്ക് ആരംഭിക്കുവാൻ ആഗ്രഹിച്ചു ദൈവസന്നിലായിരിക്കുന്നല്ലോ. തൻ്റെ ദാസിയുടെ മുഖത്തെ നീ ഓർക്കണമേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തണമേ. തൻ്റെ ദാസിക്ക് വേണ്ടി വലിയ വാതിൽ തുറക്കണമേ. എസ്പെഷ്യലി ഈ പ്രോഗ്രാം ദർശിച്ച അങ്ങയുടെ എല്ലാ മക്കളുടെ നീറുന്ന വിഷയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഒരനുഗ്രഹമായി മാറട്ടെ. തുടർന്നും കർത്താവേ, അനേക എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ അനേക ഭക്തന്മാരെ, അനേക ദൈവമക്കളെ ദൈവം ഒരുക്കുന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, ദൈവം അനുഗ്രഹിക്കണം, നന്മയാൽ നിറയ്ക്കണം, ബലപ്പെടുത്തണം. മാനവും മഹത്വവും പൂഴ്ചയും പ്രശംസയും പങ്കെടുക്കും. വരവനായൊരുക്കും കൃപയിൽ നിർത്തും, അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. എല്ലാ ബുധനാഴ്ചയും 10 മുതൽ സ്വത്രം 1:30 വരെ സ്വത്രം അടൂർ പറക്കോട് പ്രിയ ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ പ്രോഗ്രാമുണ്ട്. കായംകുളത്തുണ്ട്, സ്വത്രം ചങ്ങനാശ്ശേരിയിലുണ്ട്. വിവിധയിടങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ സെല്ല് ശക്തമായി മുൻപോട്ട് പോകുന്നു. നിങ്ങളുടെ ഏത് വിഷയങ്ങളും ഈ പ്രയർ ലൈനിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുമാത്രമല്ല, തിരിച്ച് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ വിഷയത്തിന് മറുപടി ലഭിച്ചു എന്ന് ഞങ്ങൾ ചോദിക്കും, അതിന് മറുപടി തരും. കഴിഞ്ഞ ഈ പ്രോഗ്രാമിൽ അനേക വിഷയങ്ങൾക്ക്
വിടുതൽ കർത്താവ് കൊടുത്തു. എന്നാൽ ഈ പ്രോഗ്രാമിലും ദൈവം നിങ്ങൾക്ക് തരട്ടെ. എസ്പെഷ്യലി ഡോക്ടർ മാർട്ടിനിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പുതിയ ക്ലിനിക് വലിയൊരു വിശാലതയ്ക്ക് കാരണമായി തീരട്ടെ. ദൈവം എല്ലാവരെയും നടത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്.